കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റിയുടെ ഹയർ സെക്കൻഡറി ഇക്കോളജി കോഴ്സിൻ്റെ 2024 +1 ബാച്ചിനുള്ള എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോസാണിത്. അതായത് 2 ക്യാരക്ടർ സ്കെച്ചുകളാണ്. അതിൽ ഒന്നുകിൽ കേന്ദ്ര കഥാപാത്രമായ നായകനായിട്ടുള്ള മിസ്റ്റർ സ്മിർനോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിനേഷൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഹീറോയിൻ നായികയുടെ മിസ്സിസ് പൊപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിനേഷൻ ചോദിക്കാം. ഇത് Hi my dear learners, once again welcome all of you to another new episode of my YouTube channel, Paced by Krishnamar, for promoting acquisition of competence in English by Krishnamar. And my dear learners, this is an exam special video for all the +1 students who want to score good marks in their English examination. പ്രശസ്തനായ റഷ്യൻ നാടകകൃത്ത് ആന്റൺ ചെക്കോവിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡ്രാമയാണ്, ഒരു വൺ ആക്ട് പ്ലേ ആണ് ദ ബൂർ എന്നുള്ളത്. അപ്പോൾ ഈ ദ ബൂർ എന്ന പ്ലേയെ നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ്, അതായത് 2 ക്യാരക്ടർ സ്കെച്ചുകളാണ്. അതിൽ ഒന്നുകിൽ കേന്ദ്ര കഥാപാത്രമായ നായകനായിട്ടുള്ള മിസ്റ്റർ സ്മിർനോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിനേഷൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഹീറോയിൻ നായികയുടെ മിസ്സിസ് പൊപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിനേഷൻ ചോദിക്കാം. ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ സ്കെച്ച് ലെസൺ എന്നുള്ളത്. പിന്നീട് ഈ ഡ്രാമയുടെ അല്ലെങ്കിൽ നാടകത്തിന്റെ സമ്മറി ചോദിക്കാം. അതല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ഒന്ന് നറേറ്റ് ചെയ്യാൻ, കഥ ഒന്ന് ചുരുക്കി വിവരിക്കുവാനായിട്ട് ചോദിക്കാം. 2 ക്യാരക്ടർ സ്കെച്ച് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നറേഷനും അതുപോലെ തന്നെ സമ്മറി, ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കുന്ന ലെവലിലേക്കുള്ള ഒരു വിശദീകരണമാണ് ഇന്നിവിടെ നൽകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ദ ബൂർ എന്ന ഈ നാടകത്തിന്റെ കഥയിലേക്കൊന്ന് പോകാം. കാരണം കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൊത്തം ഈ ഒരു വലിയൊരു ലെസണാണ്. നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് ഈ ലെസൺ മൊത്തവും ഇത് പഠിപ്പിച്ചതിന് ശേഷം പഠിക്കുക, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഈ 4 ചോദ്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് വിശദീകരിച്ച് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ഇതിന്റെ കഥയൊന്ന് വിശദീകരിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. പ്രശസ്തനായ റഷ്യൻ നാടകകൃത്തായിട്ടുള്ള ആന്റൺ ചെക്കോവിന്റെ നാടകമാണ് ദ ബൂർ. ദ ബൂർ എന്ന ടൈറ്റിൽ, ആ തലക്കെട്ടിന്റെ മീനിങ് തന്നെ മുരടൻ അല്ലെങ്കിൽ കർക്കശ സ്വഭാവക്കാരനാണ്. അപ്പൊ ഇതിലെ നായകനായിട്ടുള്ള മിസ്റ്റർ സ്മിർനോവ് എന്ന ഒരു റിട്ടയർഡ് പട്ടാളക്കാരന്റെ സ്വഭാവം വെച്ചുകൊണ്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. വളരെ മുരടനായിട്ടുള്ള, വളരെ കർക്കശനായിട്ടുള്ള, എന്നാൽ വേണമെങ്കിൽ നമുക്ക് പുള്ളിക്കാരനെ ഒരു ലവബിൾ റാസ്കൽ എന്ന് പറയാം, ഒരു സ്നേഹം തോന്നുന്ന താന്തോന്നി എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് സ്മിർനോവ്. ഇതിലെ നായിക മിസ്സിസ് പൊപ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വളരെ വളരെ ജാടയും ഒരുപക്ഷെ ഹിപ്പോക്രസി, അതായത് വ്യാജ നന്മവേഷം കപടനാട്യങ്ങളിലൂടെയും ഇച്ചിരി വലിയ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഇതിലെ ഹീറോയിൻ അഥവാ നമ്മുടെ നായികയായ മിസ്സിസ് പൊപ്പോയിലൂടെ ആന്റൺ ചെക്കോവ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിലൊരു സറ്റയറാണ്, ആക്ഷേപഹാസ്യ നാടകമാണ്. ഇതിലൂടെ നമുക്കറിയാം, എപ്പോഴും നമ്മുടെ കോമഡി ആക്ടേഴ്സെ കറക്റ്റ് ചെയ്യും. എപ്പോഴും കോമഡി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ എന്തിനു വേണ്ടിയാണ്, നമ്മൾ മറ്റുള്ളവരെ ഇപ്പൊ തന്നെ ട്രോളർമാർ ഇറങ്ങിയിട്ട് ട്രോൾ ചെയ്ത് ആൾക്കാരുടെ സ്വഭാവത്തേക്ക് മാറ്റിയെടുക്കാൻ ഒരു പരിധിവെക്ക് കഴിയും. അതുകൊണ്ട് കോമഡിയും എപ്പോഴും ഒരു കറക്റ്റീവായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആന്റൺ ചെക്കോവിന്റെ ഈ കോമഡി, ഈ ഡ്രാമ ഇവരുടെ പ്രാധാന്യം. ഇവിടെ നാടകം തുടങ്ങുമ്പോൾ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ നമ്മുടെ നായിക മിസ്സിസ് പൊപ്പോവ് അവരുടെ വിശാലമായ വീടിന്റെ ഹാളിൽ ഒരു ഫോട്ടോഗ്രാഫ്, അതായത് ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള ഹസ്ബൻഡിന്റെ ഫോട്ടോയിൽ നോക്കി വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വേലക്കാരൻ കടന്നു വരുന്നു. അപ്പോൾ പറയുന്നു, മാഡത്തോട് പറയുകയാണ്, മാഡം നിങ്ങൾ ഇത്രയും ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്, അതിലേറെ സുന്ദരിയാണ്, നിങ്ങൾ ഇത്രയും നാളായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറെ കാലമായി, ഇനിയും ഈ തരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇത് ശരിയായ ഒരു കാര്യമല്ല, എന്തിനാണ് ഇനിയും ദുഃഖിച്ചിരിക്കുന്നത്? അപ്പം ഒരുപക്ഷെ ഇത് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് പോലെ ഇത് കേട്ടപ്പോഴത്തേനും ഭയങ്കര, നമുക്കറിയാം, വളരെ ഇച്ചിരി കപടനാട്യങ്ങളുടെ ഒരു കഥാപാത്രമായിട്ടാണ് മിസ്സിസ് പൊപ്പോവിനോട് അവതരിപ്പിക്കുന്നത്. അപ്പോഴത്തേനും ഭയങ്കര ദുഃഖം കൂടി പറയും, ഞാൻ എൻ്റെ ജീവിതം ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കുകയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, ഇനി എനിക്കും ജീവിതമില്ല, ഞാനും അദ്ദേഹം കുഴിമാടത്തിലാണെങ്കിൽ ഞാനിവിടെ
ഈ 4 ഭിത്തികൾക്കുള്ളിൽ ഉള്ളിൽ ഞാനും മരിച്ചു കിടക്കുകയാണ്, എനിക്കും ഇനി ജീവിതമില്ല എന്ന് പറയാണ്. ഈ സമയത്താണ് വീട്ടിൽ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നു, ആരോ കടന്നു വരുന്നു. ലൂക്ക ഈ സെർവൻറ്റ് പോയി നോക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരു നമ്മുടെ നായകൻ മിസ്റ്റർ സ്മിർനോവ് കടന്നു വരികയാണ്. പിന്നെ വേലക്കാരൻ തിരിച്ച് മേഡത്തോട് പറയാനായിട്ട് വരുമ്പോഴത്തേന് പുള്ളി കൂടാൻ കയറി വരികയാണ്. അങ്ങനെ കയറി വന്നു. അപ്പോൾ മേഡം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചെടുക്കുന്നെന്ന്, ഹസ്ബൻഡിൻ്റെ മരണത്തെ തുടർന്ന് ഞാൻ ആരെയും വിസിറ്റേഷനെ ആരെയും അനുവദിക്കത്തില്ലെന്ന് പറയാൻ പറഞ്ഞു. തിരിച്ചു നോക്കുമ്പോഴത്തേനുണ്ട് ആള് കയറി വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേന് പുള്ളി പറയുകയാണ്, തോന്നുന്നത് മേഡത്തിൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുള്ളിക്കാരൻ്റെ ഈ നമ്മുടെ നായകൻ്റെ കയ്യിൽ നിന്ന് ഒരു 1200 റൂബിൾസ് കടം, അതായത് കടയിൽ നിന്ന് ഓട്സ് വാങ്ങിയതാണ്, ആ പൈസ കൊടുത്തിട്ടില്ല. അപ്പം എത്രയും വേഗം കുറേ നാളുകളായിട്ട് കൊടുക്കാനുള്ള ഒരുപാട് വലിയൊരു എമൗണ്ടാണ് കൊടുക്കാനുള്ളത്. അപ്പം പുള്ളിക്കാരൻ ഇപ്പം വരാനുള്ള അത്യാവശ്യമായിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അഗ്രീറിയൻ ബാങ്കിൽ പുള്ളിക്ക് ഒരു ലോണുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റുമായി ഇനി ജപ്തി ആവാറായി. അപ്പം വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ആ പൈസ നിന്ന് ഞാൻ പോകാൻ പറയും. അപ്പോൾ പുള്ളി പറയുന്നത്, നമ്മുടെ പിന്നെ നായിക പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ഇപ്പം സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. അന്നേരം ഉടനെ ഈ കടന്നു വന്ന നമ്മുടെ നായകൻ പറയും, നിങ്ങളത് പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം എൻ്റെ കഴുത്തിന് കത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ, ഏത് സമയം തൂങ്ങിച്ചാവാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം എൻ്റെ സാമ്പത്തികമൊന്നുമില്ല, അത്രയും വേഗം പൈസ കൊടുത്തി വരും. ഇപ്പോൾ നിങ്ങൾ തരാനുള്ള പൈസ, നിങ്ങൾ ഹസ്ബൻഡ് തരാനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് അടയ്ക്കെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അവർ പറയും, അവരുടെ ഈ പൈസയുണ്ട്, പക്ഷേ അവർ പൈസ കൊടുക്കാനുള്ള മൂഡിലുള്ള, കാരണം ഹസ്ബൻഡ് മരിച്ചിട്ട് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ, അതായത് 7 മാസമായതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ പൈസ തരാൻ പറ്റും, ഇനിയിപ്പം പൈസ എടുത്തു തരാനൊന്നും എനിക്കാവില്ല, നാളെ മാനേജർ വന്നിട്ട് എടുത്തു തരും എന്ന് പറയുന്നു. അപ്പോൾ പോയിട്ട് വരാനുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് 7 മാസമായതേ ഉള്ളൂ, ഭയങ്കര ദേഷ്യം വരുന്നുണ്ടേ. അപ്പോൾ പറയും, എനിക്ക് നിങ്ങളെപ്പോലുള്ള ഈ യാതൊരു യുക്തിയില്ലാത്ത പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് വഴക്കൂടാനുള്ള സമയമില്ല, നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മര്യാദകേടായിട്ട് സംസാരിക്കരുതെന്ന് തിരിച്ച് ഹീറോയിൻ പറയുന്നു. അപ്പം നിങ്ങൾ ഈ ഇത്തരത്തിൽ വെറും വളരെ മോശം സ്വഭാവമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് ചെയ്യണമെന്ന്. അപ്പം അപ്പോഴത്തേനും നമ്മുടെ കഥാനായകന് ഭയങ്കര ദേഷ്യമാകുന്നു. പുള്ളി ഒരു ലവബിൾ ഇഷ്ടം തോന്നിയ ഒരു തോന്നിയത്. പുള്ളി എപ്പോഴത്തേക്കും നിന്നെപ്പോലുള്ള ഒരുപാടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ? ഇതുകൊണ്ട് നിന്നെപ്പോലുള്ള ഇത്രയും ദുഃഖം 7 മാസമായിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതിനേക്കാൾ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവൻ. 10-12 പെൺപിള്ളേരെ ഞാൻ പ്രേമിച്ച് തേച്ചതാണ്. പിന്നെ 9 എന്നെയും തേച്ചു. പിന്നെ നിന്നോടൊക്കെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേന് ഈ നമ്മുടെ കഥാനായികയെ കാണുമ്പോഴത്തേന് ഇവരെ എല്ലാക്കാളും സുന്ദരിയാണ്. പുള്ളി തേച്ചിട്ടുള്ളവരെക്കാളൊക്കെ പുള്ളി സുന്ദരിയാണ്. പുള്ളി യഥാർത്ഥ കലിപ്പും വരുന്നുണ്ട്, പക്ഷേ പുള്ളിക്ക് സ്നേഹവും തോന്നുന്നുണ്ട്. അപ്പോഴത്തേന് ഇയാൾ ദേഷ്യം കയറി, അങ്ങനെ നീ എന്നോട് പോരിന് വരാനായിട്ട് പറയുന്നു. അങ്ങനെ അപ്പോൾ ഉടനെ നമ്മുടെ നായിക റൂമിലേക്ക് പോകുന്നു. അവളുടെ റൂമിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ പിസ്റ്റൾ എടുത്തുകൊണ്ട് വരുന്നു. എന്ന് പറയും, എനിക്കിത് ഉപയോഗിക്കാൻ അറിയത്തില്ല, എന്നെ വെടിവെക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ, നിൻ്റെ തലയ്ക്ക് ഞാനൊരു ഹോളെങ്കിലും ഇട്ടിട്ട് ഇന്ന് വിടത്തുള്ളെന്ന് പറഞ്ഞ് നായിക വെല്ലുവിളിക്കും. അപ്പോഴത്തേന് നമ്മുടെ സ്മിർനോവ് അയാളെ തൂക്ക് ഉപയോഗിക്കുന്നതൊക്കെ പഠിപ്പിക്കുന്നു. ഇതിനിടയിൽ ഇവർ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു, പ്രണയം ഉടലെടുക്കുന്നു. ഈ പഠിപ്പിക്കുന്ന നമ്മുടെ ബാഹുബലി സിനിമയിൽ നമ്മുടെ അനുഷ്കയെ പ്രഭാസ് അമ്പയ്യാൻ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഉണ്ടാകുന്ന ഒരു പ്രണയം. അപ്പോഴത്തേന് ആ ഒരു രീതിയിൽ ഇവിടെ തോക്ക് പിസ്റ്റൾ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പ്രണയമാകുന്നു. അവസാനം ഇവര് പ്രണയത്തിലകപ്പെടുന്നു. ഇത്രയും ദുഃഖിതയായി നിന്ന് ഒരുത്തി വളരെ വേഗം പുള്ളിയായിട്ട് പ്രണയത്തിലാവുകയും അവര് ഒരു കെട്ടിപ്പിടിച്ചൊരു കിസ്സിങ്ങിലും ആലിംഗനത്തിലും ഒക്കെ ക്ലൈമാക്സ് എത്തിച്ചേരുന്നതാണ് യഥാർത്ഥത്തില്. അപ്പോൾ ഇവിടെ വളരെ കാപഢ്യം, അതായത് യാതൊരു വിധമായ സത്യസന്ധതയും പുലർത്താത്ത സ്നേഹമാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു കഥയിലൂടെ. എന്തായാലും എക്സാമിനേഷന് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ സ്മിർനോവ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ സ്മിർനോവ് ഫ്രം ദ പ്ലേ ദ ബൂർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മൾ സ്മിർനോവിൻ്റെ കഥാപാത്ര നിരൂപണം ഒന്ന് വിശദീകരിക്കാം. സ്മിർനോവ്, പ്രൊപ്രൈറ്റർ ഓഫ് എ കൺട്രി എസ്റ്റേറ്റ്, ഈസ് ദ ഹീറോ ഇൻ ആൻറ്റൺ ചെക്കോവ്സ് പ്ലേ ദ ബൂർ. ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ബൂർ എന്ന നാടകത്തിലെ നായകനാണ് സ്മിർനോവ് എന്ന കൺട്രി എസ്റ്റേറ്റിൻ്റെ പ്രൊപ്രൈറ്റർ. ഹീ ഈസ് എ റിട്ടയേർഡ് ലെഫ്റ്റനൻ്റ് ഇൻ ദ ആർട്ടിലറി. അദ്ദേഹം ഈ ആർട്ടിലറി, അതായത് പീരങ്കി പട്ടാളത്തിൽ നിന്ന് വിരമിച്ച
ഒരു ലെഫ്റ്റനൻറ്റ്, അതായത് ലെഫ്റ്റനൻ്റായിട്ട് പീരങ്കി പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരു പട്ടാളക്കാരനാണ് മിസ്റ്റർ സ്മിർനോവ്. ജസ്റ്റ് ആസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ഇൻഡിക്കേറ്റ്സ്, ഹീ ഈസ് എ ബൂർ ബട്ട് എ ലവബിൾ റാസ്കൽ. അപ്പം നമ്മുടെ ഈ നാടകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ടൈറ്റിൽ, അതായത് ദ ബൂർ എന്നാണ് നാടകത്തിൻ്റെ പേര്. ദ ബൂർ എന്ന് പറഞ്ഞാൽ മുരടൻ അല്ലെങ്കിൽ ഒരു കർക്കശ സ്വഭാവക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ നാടകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ പുള്ളി ഒരു മുരടനാണ്, പക്ഷേ ബട്ട് എ ലവബിൾ റാസ്കൽ, പക്ഷേ നമുക്ക് ഇഷ്ടം തോന്നുന്ന, സ്നേഹം തോന്നുന്ന ഒരു താന്തോന്നിയാണ് പുള്ളി. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ഹീ കംസ് ടു ദ ഹീറോയിൻസ് ഹൗസ് ടു ഗെറ്റ് ഹിസ് മണി ബാക്ക് വിച്ച് ഈസ് ഇൻഡെപ്റ്റഡ് ടു ഹിം ബൈ ദ ഹീറോയിൻസ് ഡിസീസ്ഡ് ഹസ്ബൻഡ്. അപ്പോൾ നാടകത്തിൻ്റെ തുടക്കത്തിൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ഹീ കംസ് ടു ദി ഹീറോയിൻസ് ഹൗസ്, അദ്ദേഹം നായികയുടെ വീട്ടിലേക്ക് വരികയാണ്. ടു ഗെറ്റ് ഹിസ് മണി ബാക്ക്, അദ്ദേഹത്തിന് പണം തിരികെ വാങ്ങാൻ. ഏത് പണമാണ്? വിച്ച് ഹി ഈസ് ഇൻഡെപ്റ്റഡ് ടു ഹിം ബൈ ദ ഹീറോയിൻസ് ഡിസീസ്ഡ് ഹസ്ബൻഡ്, അതായത് നായികയുടെ മരണപ്പെട്ട ഭർത്താവ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം തിരികെ വാങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നായികയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. But the heroine Mrs. Popova tells him that she is not in a good mood to discuss money matters only because it is just 7 months since the death of her husband. But the heroine Mrs. Popova tells him that, പക്ഷേ ഹീറോയിൻ, നമ്മുടെ നായികയായ മിസ്സിസ് പൊപ്പോവ അദ്ദേഹത്തോട് പറയുകയാണ്, ഷീ ഈസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടു ഡിസ്കസ് മണി മാറ്റേഴ്സ്, അവളാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല എന്ന്. only because it is just 7 months since the death of her husband. കാരണം എന്ന് പറയുന്നത് അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ വെറും 7 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു മൂഡിലല്ല എന്ന് നായികയായ മിസ്സസ് പൊപ്പോവ് സ്മിർനോവിനോട് പറയുന്നു. These words make him angry because he needs money urgently and he is on the point of hanging himself. അപ്പം ഈ വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മിർനോവിന് ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് എന്തെന്നാൽ ഹീ നീഡ്സ് മണി അർജൻറ്റ്ലി ആൻഡ് ഹീ ഈസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ഹാങ്ങിങ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് വളരെ അർജൻറ്റായിട്ട് പണം ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൂങ്ങി മരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. പണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പണം വളരെ അത്യാവശ്യമാണ്, കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആത്മഹത്യയുടെ വക്കിലാണ് പുള്ളി. ഹി ഹാസ് ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ എ ലോൺ ഫ്രം ദ അഗ്രീരിയൻ ബാങ്ക്. അദ്ദേഹത്തിന് അഗ്രീരിയൻ ബാങ്കിൽ നിന്നെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിലും അടയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ അത്യാവശ്യമായിട്ട് അദ്ദേഹം ഹി ഹാസ് ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ എ ലോൺ ഫ്രം ദ അഗ്രീരിയൻ ബാങ്ക്. Eventually, they quarrel each other and finally he challenges her to have a duel with him and it is accepted. അങ്ങനെ അതേ തുടർന്ന് they quarrel each other, അവർ പരസ്പരം വഴക്കടിക്കുന്നു. ആൻഡ് ഫൈനലി ഹി ചാലഞ്ചസ് ഹർ, അവസാനം അവളെ അവൻ വെല്ലുവിളിക്കുന്നു. ടു ഹാവ് എ ഡ്യുവൽ വിത്ത് ഹിം, അവനോടൊപ്പം ഒരു ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങാൻ. ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്, അവളത് സ്വീകരിക്കുന്നു. ഷീ ബ്രിങ്സ് ഹർ ഹസ്ബൻഡ്സ് പിസ്റ്റൽസ്, അവളുടൻ തന്നെ റൂമിൽ പോയി അവളുടെ ഹസ്ബൻഡ് പിസ്റ്റൾ എടുത്തുകൊണ്ട് വരുന്നു. ആൻഡ് ടെൽസ് ഹിം ദാറ്റ് ഷീ ഡസൻ നോ ഹൗ ടു യൂസ് ഇറ്റ്. എന്നിട്ട് അവനോട് പറയുന്നു, എനിക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിയില്ലെന്ന്. സോ ഷീ ആസ്ക് ഹിം ടു ടീച്ച് ഹെർ ഹൗ ടു ഷൂട്ട് വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നു, എനിക്കിത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ഇത് വെടിവെക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരിക, എന്നെ പഠിപ്പിക്കുക എന്ന് അവളോട് പറയുന്നു. ഹീ ടീച്ചസ് ഹെർ ടു ഷൂട്ട്. അങ്ങനെ അവളെ അവൻ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ആൻഡ് കോൺസിക്വൻ്റ്ലി അതിനെ തുടർന്ന് അതിൻ്റെ ഭാര്യ കാരണത്താൽ തന്നെ ദേ ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. അവർ ആ ഒരു ഷൂട്ടിംഗ് രംഗത്തോടു കൂടി അവർ പ്രണയത്തിലകപ്പെടുകയാണ്. പ്രസൻറ്റിങ് എ ട്വിസ്റ്റ് ഇൻ ദ പ്ലേ ആസ് ഇറ്റ്സ് ക്ലൈമാക്സ്. നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് വരുത്തിക്കൊണ്ട്, അതായത് വഴക്കടിച്ച രണ്ടുപേരുടെ അങ്ങ് പ്രണയത്തിലാകുന്നു. അപ്പം നേരത്തെ നമ്മുടെ നാടകം തുടങ്ങുമ്പം അവൾ തൻ്റെ ജീവിതം ഇനി ഇവിടെ അവസാനിക്കുകയാണ്, ഇനി എനിക്കൊരു ജീവിതമില്ല, എൻ്റെ ഹസ്ബൻഡ് ഇതാ മരിച്ചു കിടക്കുന്നു, ഇനി എനിക്കെന്തോന്ന് ജീവിതം, എൻ്റെ ജീവിതം ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിത്തീരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ, നമുക്കറിയാം ഈ ആധുനിക കാലത്തെ ഒരു ഹിപ്പോക്രസി, വെറുതെ വ്യാജമായിട്ടുള്ളൊരു സ്നേഹപ്രകടനവും അതിനെ തുടർന്നുള്ള കുറേ സംഭവവികാസങ്ങളുമാണ് നമ്മുടെ നടത്തി ഈ നാടകത്തിലൂടെ ആൻഡൻ മുന്നോട്ട് വെക്കുന്നത്. എനിവേ, ദ കോമഡി ഇൻ ദ പ്ലേ റിവീൽസ് ദ ഹിപ്പോക്രസി ആൻഡ് പ്രിറ്റൻസ് ഓഫ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി. എന്നിരുന്നാലും
നാടകത്തിലൂടെ പകർന്നു നൽകുന്ന കോമഡിയിലൂടെ ഈ അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലുണ്ടാകുന്ന ഹിപ്പോക്രസിയുടെയും പ്രിട്ടൻസിൻ്റെയും അതായത് കപടനാട്യങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും ഒക്കെ ഒരു അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷനാണ് ഈ നാടകത്തിലൂടെ ആൻ്റണി ചെക്കോവ് മുന്നോട്ട്. അടുത്തതായി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് പൊപ്പോവ്. അപ്പോൾ നമ്മുടെ നാടകത്തിലെ നായികയാണ് മിസ്സിസ് പൊപ്പോവ്. മിസ്സിസ് പൊപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇനി നമുക്ക് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഏത് ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെച്ചാലും നമ്മൾ സമ്മറിയും നറേഷനും മറ്റ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിലേത് എഴുതിയാലും മതി. എന്നാൽ കുറേ കൂടി അനുയോജ്യം മിസ്സിസ് പൊപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ നറേഷന് വേണ്ടിയും അതുകൊണ്ട് തന്നെ സമ്മറിക്ക് വേണ്ടിയും എഴുതുന്നതായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും മിസ്സിസ് പൊപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് നമുക്ക് പോകാം. മിസ്സിസ് പൊപ്പോവ് ഈസ് ദ ഹീറോയിൻ ഇൻ ആൻ്റണി ചെക്കോവ്സ് പ്ലേ ദ ബോർ. ആൻ്റണി ചെക്കോവിൻ്റെ നാടകമായ ദ ബൂർ എന്ന നാടകത്തിലെ നായികയാണ് മിസ്സിസ് പൊപ്പോവ്. ഷീ ഈസ് എ യങ് വിഡോ ഹൂസ് ഹസ്ബൻഡ് ഡൈറ്റ് 7 months ago. 7 മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച ഒരു യുവതി, ഒരു വിധവയായ യുവതിയാണ് മിസ്സിസ് പൊപ്പോവ്. ത്രൂ ദിസ് ക്യാരക്ടർ the playwright has succeeded in his attempt to make the viewers understand the hypocrisy and pretense of upper middle class society. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിലൂടെ ത്രൂ ദിസ് ക്യാരക്ടർ ദ പ്ലേ റൈറ്റ് ഹാസ് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്, അതായത് ഈ നാടകകൃത്ത് തൻ്റെ ശ്രമത്തിൽ വിജയിച്ചിരിക്കുന്നു. ടു മേക്ക് ദ വ്യൂവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഹിപ്പോക്രസി ആൻഡ് പ്രിറ്റൻസ് ഓഫ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി. അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലെ ആളുകളുടെ വ്യാജ നന്മ വേഷം അവതരിപ്പിക്കുക അല്ലെങ്കിൽ കപട നാടകങ്ങളും കാപഢ്യങ്ങളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി കാണികളെ ബോധ്യപ്പെടുത്തുന്നതിൽ ആൻ്റണി ചെക്കോവ് ഈ ഒരു ക്യാരക്ടറിലൂടെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആസ് ദ പ്ലേ ബിഗിൻസ്, നാടകം തുടങ്ങുമ്പോൾ മിസ്സിസ് പൊപ്പോവ് ഈസ് ഡിസ്കവേർഡ് ഇൻ ഡീപ്പ് മോർണിംഗ് സിറ്റിംഗ് അപ്പോൺ എ സോഫ ഗേസിംഗ് സ്റ്റെഡ്ഫാസ്റ്റ്ലി അറ്റ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഡിസീസ്ഡ് ഹസ്ബൻഡ് ഈവൻ ആഫ്റ്റർ 7 months ഓഫ് ഹിസ് ഡെത്ത്. അപ്പോൾ നമ്മൾ ഈ നാടകം തുടങ്ങുമ്പോൾ കാണുന്നത് ആസ് ദ പ്ലേ ബിഗിൻസ് മിസ്സിസ് പൊപ്പോവ് ഈസ് ഡിസ്കവേർഡ് ഇൻ ഡീപ്പ് മോർണിംഗ്. മിസ്സിസ് പൊപ്പോവ് വളരെ അധികം ദുഃഖിതയായിട്ട് വിലപിക്കുന്ന ഒരു സീനോടുകൂടിയാണ് നമ്മൾ ഈ നാടകത്തിലെ തുടക്കത്തിൽ നമ്മൾ മിസ്സിസ് പൊപ്പോവിനെ കാണുന്നത്. അതേപോലെ സിറ്റിംഗ് അപ്പോൺ എ സോഫ, ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് ഗേസിംഗ് സ്റ്റെഡ്ഫാസ്റ്റ്ലി അറ്റ് എ ഫോട്ടോഗ്രാഫ്, ഒരു ഫോട്ടോയിലേക്ക്, അതായത് ഓഫ് ഹെർ ഡിസീസ്ഡ് ഹസ്ബൻഡ്, അവരുടെ മരണപ്പെട്ട ഭർത്താവിൻ്റെ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കിക്കൊണ്ട് വളരെ വിഷമത്തോടെ ഇരുന്ന് വിലപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈവൻ ആഫ്റ്റർ 7 months ഓഫ് ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഷീ റിസീവ്സ് നോ വൺ സിൻസ് ഹെർ ഹസ്ബൻഡ്സ് ഡെത്ത്. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് അവൾ ആരുമായിട്ടും ഒരു സംഭാഷണമൊന്നും തന്നെ ഇല്ല, ആരുമായിട്ടും ഒരു സഹകരണമില്ല. When Smirnov, the hero in the play, comes to see her, she orders her servant to tell him that she receives no one since her husband's death. അങ്ങനെ ഹസ്ബൻഡിൻ്റെ മരണശേഷം ഒരിക്കൽ സ്മിർനോവ്, നമ്മുടെ ഈ കഥയിലെ നായകൻ, അവളെ വീട്ടിലെത്തുമ്പോൾ അവൾ വേലക്കാരനോട് പറയുകയാണ്, പോയി പറയുക, ഞാൻ ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം ആരോടും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കുക എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. But Mr. Smirnov is not ready to go back because her husband Nikolai Mikhailovich is indebted to him 2 notes amounting to about 1200 rubles. പക്ഷേ മിസ്റ്റർ സ്മിർനോവ് തിരിച്ചു പോകാൻ തയ്യാറല്ല. ബിക്കോസ് ഹെർ ഹസ്ബൻഡ് നിക്കോളായ് മിക്കലോവിച്ച്, കാരണം അവളുടെ ഭർത്താവായ നിക്കോളായ് മിക്കലോവിച്ച് ഈസ് ഇൻഡപ്റ്റഡ് ടു ഹിം 2 notes amounting to about 1200 rubles. ഏതാണ്ട് 1200 rubles തുക ഈ മിസ്സിസ് പൊപ്പോവിൻ്റെ ഹസ്ബൻഡ് നമ്മുടെ നായകനായ മിസ്റ്റർ സ്മിർനോവിന് കൊടുക്കാനുണ്ട്. അത് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നത്. ഹി ആൾസോ ഹാസ് ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ എ ലോൺ ഫ്രം ദ അഗ്രേറിയൻ ബാങ്ക്. അത് മാത്രവുമല്ല, പുള്ളിക്കാരന് അഗ്രേറിയൻ ബാങ്കിൽ നിന്നെടുത്ത ലോണിന് ഉടൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് അടച്ചിക്കേണ്ട ആവശ്യകതയുമുണ്ട്. ബട്ട് ഷീ സേസ് that she is not in a mood to discuss money matters as it is just 7 months since her husband's death.
പക്ഷേ അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്നറിയാമോ? ബട്ട് ഷീ സേസ് ദാറ്റ്, അവൾ പറയുന്നത് ഷീ ഈസ് നോട്ട് ഇൻ എ മൂഡ് ടു ഡിസ്കസ് മണി മാറ്റേഴ്സ്. അവൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയൊരു മൂഡിലേക്ക് വന്നിട്ടില്ല. ഇവളുടെ ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം അത്തരത്തിലൊരു ലെവലിലേക്ക് അവൾ വന്നിട്ടില്ല. അതുകൊണ്ട് അതിനിപ്പോൾ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. ദിസ് മേക്സ് സ്മിർനോവ് ആംഗ്രി വിത്ത് ഹെർ ആൻഡ് ദേ ബിഗാൻ ടു ക്വാറൽ ഈച്ച് അതർ. ഈ ഒരു ഡയലോഗ് കൂടി നമ്മുടെ മിസ്സിസ് പോപ്പോവിൻ്റെ ഈ ഒരു ഡയലോഗ് നമ്മുടെ മിസ്റ്റർ സ്മിർനോവിനെ വളരെയധികം രോഷാകുലനാക്കുകയും അവർ തമ്മിൽ വഴക്കിടുകയും ചെയ്യുകയാണ്. ഫൈനലി ഹീ ചാലഞ്ചസ് ഹെർ ടു ഹാവ് എ ഡ്യുവൽ വിത്ത് ഹിം. അവസാനം ഈ വഴക്കിൻ്റെ അവസാനവും പറയുന്നത്, എന്നാൽ നമുക്കൊരു ഒരു പോരിനങ്ങ് തയ്യാറാവാമെന്ന് വെല്ലുവിളിക്കുന്നു. കോൺസിക്വൻ്റ്ലി തുടർന്ന് ഈ ഒരു ദ്വന്ദ്വയുദ്ധത്തെ തുടർന്ന് ദേ ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ പ്രസൻറ്റിങ് എ ട്വിസ്റ്റ് ഇൻ ദ പ്ലേ ആസ് ഇറ്റ്സ് ക്ലൈമാക്സ്. ഇവർ ഈ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരികയും അതിനുവേണ്ടി പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു കെമിസ്ട്രി തമ്മിൽ അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടുകയും അവസാനം നമ്മുടെ നാടകത്തിൻ്റെ ക്ലൈമാക്സിന് മറ്റൊരു ട്വിസ്റ്റ് വരുത്തുകയും ചെയ്യുകയാണ്. എനിവേ, ദ കോമഡി ഇൻ ദ പ്ലേ റിവീൽസ് ദ ഹിപ്പോക്രസി ആൻഡ് പ്രിട്ടൻസ് ഓഫ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി. എന്നിരുന്നാലും ഈ നാടകത്തിൻ്റെ ഒരു അവസാനമായിട്ടുള്ള വരുന്ന ആ ഒരു ആക്ഷേപഹാസ്യപരമായ രീതിയിൽ കൊണ്ടുവന്ന് വെക്കുന്ന തീമെന്ന് പറയുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഹിപ്പോക്രസി, അതായത് വ്യാജ നന്മ വേഷങ്ങളും അതുകൊണ്ട് തന്നെ കാപഢ്യങ്ങളും കപട നാടകങ്ങളും ഒക്കെ തന്നെ തുറന്നു കാട്ടുകയാണ് ഈ നാടകത്തിലൂടെ ആന്റൺ ചെക്കോവ് ചെയ്യുന്നത്. So my dear learners, I think all of you liked today's video. If you like this video, don't forget to hit the like button because it motivates me a lot to make more and more videos for you. And dear subscribers, if you are not yet subscribed to my channel, don't forget to subscribe it. Because then only you will get all the notifications whenever I post a video for you. Do share this video with somebody whom you think can be benefited from this video. So I will be back with another such amazing video. Till then, bye.